Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യകളുടെ പ്രധാന വിഭവമായ ഇഞ്ചി തൈരാണ്. ഇഞ്ചി പച്ചടി എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് അതേസമയം എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാവുന്ന. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ കറിവേപ്പിലയാണെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ചെറിയ ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ചെറുതായിട്ട് ഇഞ്ചി കൊത്തി അരിയണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശമൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ കറി നിങ്ങൾക്ക് സദ്യക്ക് ഒരു 2-3 മണിക്കൂർ മുമ്പേ തയ്യാറാക്കി വെക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ ഈ കറിയിലോട്ട് ഈ ഇഞ്ചിയുടെ രുചിയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ. 2 ദിവസം മുന്നേ വേണേലും നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ നന്നായിട്ട് ഇഞ്ചി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിലേക്ക് തൈരായിട്ട് തന്നെ വേണം ചേർക്കാനായിട്ട്. ഒരു കാരണവശാലും ഇത് ചേർക്കുന്നതിന് മുമ്പ് മിക്സിയിൽ അടിച്ച് മോരാക്കരുത്. കാരണം ഞാൻ ഇന്നലെ ഇഞ്ചിക്കറിയുടെ വീഡിയോയിലും പറഞ്ഞതുപോലെ ഇതൊരു തൊടുകറിയാണ്. നമ്മൾ മോരാക്കി ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഇത് ഇലയിൽ നിൽക്കത്തില്ല. നമ്മൾ വിളമ്പി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒഴുകിപ്പോകും. ഇലയിൽ വിളമ്പുമ്പോൾ ഇത് ഒഴുകി പോകരുത്. അതുകൊണ്ട് തൈര് ഉടച്ച് ചേർക്കരുത്. ഇതിലേക്ക് ചേർത്തതിന് ശേഷം തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. തൈരിലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ രീതിയിലല്ല ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.